യുദ്ധത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു, അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലോകത്താദ്യമായി ഡാൻസിംഗ് മിസൈൽ എന്ന പേരുള്ള ഇറാന്റെ നൃത്തം ചെയ്യുന്ന മിസൈൽ കണ്ട് അമേരിക്ക വലിയ രീതിയിൽ അസ്വസ്ഥമായി എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള രൂക്ഷമായ യുദ്ധത്തിന് 16-ാം ദിവസമായ ഞായറാഴ്ച ഇറാൻ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇറാൻ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈൽ സെഡ്ജിൽ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫെബ്രുവരി അവസാനം യുദ്ധം ആരംഭിച്ചതിനു ശേഷം സെഡ്ജിൽ മിസൈലിന്റെ ആദ്യ യുദ്ധകാല ഉപയോഗമാണിതെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രൂ പ്രോമിസ് 4 ഇസ്രായേൽ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രൂ പ്രോമിസ് 4 എന്ന ഓപ്പറേഷന്റെ കീഴിൽ ഇറാനിയൻ സൈന്യം ഇസ്രായേലി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെയും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സെഡ്ജിൽ മിസൈലിന്റെ സവിശേഷതകൾ ഇപ്രകാരമാണ്. ഈ മിസൈലിന് 2000 കിലോമീറ്റർ വരെ ആക്രമണം നടത്താൻ കഴിയും. 700 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഇതിന് കഴിയും. ഖര ഇന്ധനം നിറച്ച 2 ഘട്ട ബാലിസ്റ്റിക് മിസൈലാണിത് എന്നുള്ളതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ മിസൈലിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നത് ഉയരത്തിലെത്തിയ ശേഷം വായുവിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ഇതിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ഈ തന്ത്രം കാരണം ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് എളുപ്പമാണ് എന്നുള്ളതാണ്. 18 മീറ്റർ നീളവും 23,600 കിലോഗ്രാം ഭാരവുമുള്ള ഈ മിസൈൽ പഴയ സാങ്കേതിക വിദ്യയേക്കാൾ വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സംയുക്ത ആക്രമണം നടത്തിയതോടെയാണ് ഈ മഹായുദ്ധം ആരംഭിച്ചത്. ഈ മഹായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇപ്പോഴാണ് ഇറാൻ തങ്ങളുടെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള സെഡ്ജിൽ എന്ന് പറയുന്ന നൃത്തം ചെയ്യുന്ന ഡാൻസിംഗ് മിസൈൽ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ പോലും തകർക്കാൻ കഴിയുന്ന, അയൺ ഡോമിനെ പോലും ഭേദിക്കാൻ കഴിയുന്ന മിസൈൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടി തന്നെയാണെന്നാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഈ മിസൈൽ വലിയൊരു ഭീഷണിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.